സംശയകരമായ സാഹചര്യത്തിൽ കണ്ടതിനെ തുടർന്നാണ് തിരുവനന്തപുരത്തെ 2 ഹോട്ടലുകളിൽ നിന്നായി 6 ആന്ധ്ര സ്വദേശികളെ ഇന്നലെ അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് ഒരു തോക്കും 2 ബുള്ളറ്റുകളും 1,20,000 രൂപയും കണ്ടെടുത്തിരുന്നു. പിടിയിലായവരിൽ 2 പേർക്ക് നക്സലൈറ്റ് ബന്ധമുണ്ടായിരുന്നുവെന്ന് ഇന്നലെ കേരള പോലീസ് പറഞ്ഞിരുന്നു. ഒരാള് 2008 ഹൈദരാബാദ് പോലീസിലെ സറണ്ടർ ആയിട്ടുണ്ട്. മറ്റു കക്ഷി സറണ്ടർ ആയില്ല. നക്സലൈറ്റ് ആയിട്ട് ആക്ടിവിറ്റി ഉണ്ട്, പക്ഷേ വളരെ ഒതുക്കിയായിട്ടാണ് പറയുന്നത്. എന്നാൽ മുൻ നക്സലൈറ്റും TRS നേതാവുമായ രാമലുവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തുവെന്ന വാർത്തയെ തുടർന്നാണ് കേരളത്തിലെത്തിയതെന്നും ഇവരുടെ നക്സൽ ബന്ധം സ്ഥിരീകരിച്ചിട്ടില്ലെന്നും ആന്ധ്ര SP പറഞ്ഞു. ഈ സസ്പെക്ട്സിന് നക്സൽ കണക്ഷൻ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഇല്ല. 9 മെമ്പർ ഗ്യാങ് Naim under the leadership of Naim, they have murdered Konapuri Ramulu. ആ കേസിൽ ഇവർ പ്രതികളാണ്, സസ്പെക്ട്സ് ആണ്. ഇവിടെ ആംസ് ആക്ടിൽ അവരെ അറസ്റ്റ് ചെയ്തെന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയപ്പോഴേക്കും ഇവിടെ വന്നതാണ്. മുൻ നക്സലൈറ്റായ നെയ്മുദ്ദീൻ എന്ന റിയൽ എസ്റ്റേറ്റുകാരന്റെ സംഘവും കൊല്ലപ്പെട്ട രാമലുവിന്റെ സംഘവും തമ്മിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ആന്ധ്ര പോലീസിന്റെ നിഗമനം. രാമലുവിന്റെ ഗ്രൂപ്പിൽപ്പെട്ട മറ്റൊരാളെ കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായവരിൽ 4 പേർ പ്രതികളാണെന്നും ആന്ധ്ര SP പറഞ്ഞു. ആന്ധ്ര പോലീസിൽ നിന്ന് ഒരു സ്ഥിരീകരണവും ലഭിക്കാതെയാണ് പിടിയിലായുടനെ കേരള പോലീസ് മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ചത്. അറസ്റ്റിലായവരെ തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കോടതി അടുത്ത മാസം 4 വരെ ഇവരെ റിമാൻഡ് ചെയ്തു. മീഡിയ 1 തിരുവനന്തപുരം.